എത്രയൊക്കെ പുതിയ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാറി മാറി വന്നാലും പണ്ട് കാലത്ത് കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചാനൽ ഇടുന്നത് തന്നെ നമ്മൾ പഴയ കാലത്തുള്ള ഓർമ്മകളും പണ്ട് കാലത്തുള്ള കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ അത് വേവ് കുറച്ച് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ കൂടെ നിന്ന് വേണം ഈ ഒരു ചോറിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോറൊക്കെ നേരത്തെ തന്നെ വെള്ളമൊക്കെ ചരിച്ച് അത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരുണ്ട പുളി എന്നൊക്കെ നമ്മൾ പറയും, ചെറിയ ബോൾ മാതിരിയൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പുളിവെള്ളം എടുക്കുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇടണം. ഇട്ടതിന് ശേഷം കുറച്ച് കുതിർന്ന് വന്നതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് അതിൻ്റെ കരടെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ പുളിവെള്ളം അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് എടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും മണ്ണും കരടും പൊടിയൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം എപ്പോഴും പുളിവെള്ളം എടുക്കാനായിട്ടുള്ളത്. പിന്നെ മുളക് പൊടി എരിവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും നമ്മൾ ഒരേ അളവിലാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പുനീരും ചേർത്തിട്ടുണ്ട്. ഉപ്പുനീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം നമ്മളെ മെയിൻ ഐറ്റം വെളുത്തുള്ളി. അപ്പം നമുക്ക് ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇടണമെന്നങ്ങ് തോന്നി. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അതിൽ തന്നെ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കഴിച്ചിട്ടുള്ളവരും ഉണ്ട്, ഇതുവരെ കഴിച്ച് നോക്കാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളതിനെ കൊണ്ടാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്ന ചോറെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, അതിനാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അരി എടുക്കാനായിട്ടൊക്കെ നോക്കണം. പിന്നെ നമ്മൾ വിലയേരി ചോറ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഉണക്ക മീനും രസവും പിന്നെ മെയിനായിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു ചോറിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റുന്നിടത്തോളം നമ്മൾ ഈ ഒരു അരി തന്നെ എടുക്കാനായിട്ടൊക്കെ നോക്കണം. പിന്നെ ഈ ഒരു ഉണക്കമീനിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്താൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഉപ്പിട്ടല്ലേ ഇത് ഉണക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിടാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഉപ്പിട്ടൊന്നും ഇത് വറുത്തെടുക്കാനായിട്ട് നോക്കരുത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഉണക്കമീൻ എന്നല്ല ഏതൊരു ഉണക്കമീൻ എടുത്ത് നമ്മൾ വറുക്കുവാണെങ്കിലും ഇത്തിരി കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി തന്നെ കഴുകിയിട്ട് വേണം തോലോട് കൂടി എടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുത്ത് മീനിലിട്ട് കൊടുക്കാനും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് രസം വെക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരും കളഞ്ഞിട്ട് പോകരുത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് നോക്കണേ. ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു വഴുക്കലും കിട്ടും, നല്ലതുപോലെ കറുത്ത് കിട്ടും. അപ്പോൾ പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മീൻ പൊരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മുട്ട പൊരിക്കാനാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റും, ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഈ ഒരു മീൻ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് മീനിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേണം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ മീൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മീൻ പറക്കി വെക്കാനായിട്ട് നോക്കല്, പെട്ടെന്ന് വെളുത്തുള്ളി കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിനെ ഒന്ന് അടച്ചൊക്കെ വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ തങ്ങി നിൽക്കും. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്ത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, കണൽ മാത്രമേ ഉള്ളൂ, വേറെ വിറകൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനെ കരിഞ്ഞു പോവാതെ ഇനിയിപ്പോൾ ഇതിനൊന്ന് തിരിച്ചിടുന്നുണ്ട്. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഒട്ടും കരിഞ്ഞു പോയിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല കറക്റ്റ് പാകത്തിന് നല്ലതുപോലെ മൂത്ത് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടും. വെളുത്തുള്ളിയുടെ തോല് കിടക്കുന്നതിനെ കൊണ്ട് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ രാവിലെ പഴങ്കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണക്കമീനും പിന്നെ ഒരു ചമ്മന്തി ഇത്തിരി കുറച്ച് തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഉണക്കമീനൊക്കെ ഒരുപാട് പേരൊന്നും അങ്ങനെ ഇപ്പം അങ്ങനെ അധികം കഴിക്കാറില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ എല്ലാവരും മേടിച്ച്, അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളിലൊക്കെ ഒഴിവില്ലാതെ എപ്പോഴും ബക്കറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ടിന്നിലൊക്കെ മേടിച്ചും കൊണ്ടുവന്ന് ഉണക്കിയൊക്കെ വെച്ചിരിക്കും. അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മീനൊന്നും അങ്ങനെ അധികം അങ്ങനെ മേടിപ്പില്ലല്ലോ. അപ്പോൾ ഉണക്കമീൻ ഇങ്ങനെ വ്യാഴാഴ്ച ഞായറാഴ്ച ചന്തയിൽ പോയി കൊണ്ടുവന്നതിന് ശേഷം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചതിന് ശേഷം കണലിലിട്ടാണ് അന്നൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണലിലിട്ട് ചുട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉണക്കമീനിനോട് അങ്ങനെ വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല.
പിന്നെ ആദ്യം തന്നെ നമ്മൾ ചോറ് വെച്ചതിനെ കൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അടുപ്പിൽ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ എന്തൊരു വേണമെങ്കിലും വേവിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ വിറകിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, നല്ല കണൽ കിടക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ മീൻ വറുത്തതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴും ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. അപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ട് നാടൻ കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് അതിൻ്റെ ആ ചെറിയൊരു പൊട്ടലും പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ ചെറിയ ഉള്ളി അത് റൗണ്ടിന് കനം കുറച്ചാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ രസം വയ്ക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. പിന്നെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ടൊക്കെ നമുക്ക് പൊടി ഐറ്റങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ പൊടി ഐറ്റങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലൊരു ചെറിയൊരു തക്കാളി, അപ്പോൾ അതും കൂടെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രസത്തിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റിനെ പറ്റി അറിയാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തതിനെ കൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രസം വെച്ച് കഴിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരുന്ന നമ്മളെ പുളിവെള്ളം, അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ബാക്കി ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു തവിയിൽ കുറച്ച് പറ്റി പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ അത് വെച്ചിട്ടാണല്ലോ മിക്സ് ചെയ്തത്. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് അപ്പോൾ നല്ലതുപോലെ തിള വന്നതിന് ശേഷം വേണം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഇത്രയും ചേരുവകളൊക്കെ ചേർത്തതിനെ കൊണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയിലാണെങ്കിലും നമ്മൾ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല മണമാണ്. വെളുത്തുള്ളി പിന്നെ കുരുമുളക് നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു രസം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവരും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് കട്ടക്കായ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണം. അതില്ലെങ്കിൽ നമ്മൾ പൊടിക്കായം ചേർത്ത് കൊടുക്കാവോളെ. ഇപ്പോൾ കട്ടക്കായ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചേർത്ത് കൊടുത്തത്. നല്ല അത്യാവശ്യം തിളച്ച് നല്ല അടിപൊളി മണമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു രസത്തിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചുമന്ന ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നേരത്തെയൊക്കെ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ്, നല്ല തുറുതുറ തന്നെ വെന്ത് കുഴഞ്ഞ് പോവാത്ത രീതിയിൽ തന്നെ ഈ ഒരു ചോറിനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോറിനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഴഞ്ഞു പോകണം, കട്ട പിടിച്ച് പോകണം എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞ് ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ട്, അതായത് ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഴഞ്ഞു പോകണം, അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും, അങ്ങനെ അറിയണം എന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എന്തായാലും ഇടാമേ. അപ്പം നേരത്തെ തന്നെ ഞാനിവിടെ ചുമന്ന ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരയ്ക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ നല്ല ചുമന്ന ചമ്മന്തിയും നല്ല ഉണക്കമീൻ വറുത്തത്, അപ്പം നമ്മളെ മെയിനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാറോ തോരനോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, ഇത് 3 മാത്രം മതി. പിന്നെ നമ്മൾ രസം എടുക്കുമ്പോഴത്തേക്ക് വേറെ ബൗളിലൊന്നും ഒഴിച്ചിട്ട് എടുക്കാതെ ചോറും ഉണക്കമീനും സൈഡിൽ വെച്ചിട്ട് ചോറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉണക്കമീനും ചമ്മന്തിയും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.